കേരള പോലീസിന് അഭിനന്ദനങ്ങൾ. ആ നിയമം കൊണ്ടുവരണം. ഒരാളുടെ സ്വകാര്യ ജീവിതത്തിലേക്ക് കടന്നു കയറുന്ന ഓൺലൈൻ മാധ്യമങ്ങളാകട്ടെ മറ്റു മാധ്യമങ്ങളാകട്ടെ വീഡിയോ ക്യാമറയും കൊണ്ട് അങ്ങോട്ട് ചെന്നിട്ട് എന്തും ചെയ്യാം എന്നുള്ള ഒരു പ്രവണത ഉണ്ടെങ്കിൽ അതിനെതിരെ ശക്തമായ രീതിയിലുള്ള നിയമ നടപടി സ്വീകരിക്കണം. ഇന്നലെ സലീം കുമാർ എന്ന് പറയുന്ന കേരളത്തിലെ മഹാനടൻ, അദ്ദേഹത്തിൻ്റെ മരണവുമായി ബന്ധപ്പെട്ട് ആ മകനൊന്ന് പൊട്ടിക്കരയാൻ പോലും, ആ കുടുംബത്തിന് അവരുടെ ശേഷക്രിയ ചെയ്യാൻ പോലും കഴിയാത്ത അവസ്ഥയിൽ ആ യൂട്യൂബ് മറ്റേ ഓൺലൈൻ മാധ്യമങ്ങളുടെ അതിപ്രസരം. സത്യം പറഞ്ഞാൽ ഒരു ലാത്തി ചാർജ് എന്തേ പോലീസ് നടത്താത്തത്? എത്രയോ സമര പരിപാടികൾക്കൊക്കെ ലാത്തി ചാർജ് നടത്തുന്ന പോലീസ് എന്തേ അവിടെ ഇങ്ങനെ നിന്നു എന്ന് തോന്നിപ്പോയി. അടിച്ച് ആട്ടൻ്റെ പോലെ എന്നിങ്ങനെ മനസ്സുകൊണ്ട് ആഗ്രഹിച്ചു. സത്യം പറയാലോ. കാരണം എന്താണെന്ന് വെച്ചാൽ ഏത് വലിയ ആളാണെങ്കിലും സമൂഹത്തിൽ എത്ര അവർക്കൊക്കെ കുടുംബമുണ്ട്, മക്കളുണ്ട്, അവർക്ക് അവരുടേതായ കാഴ്ചപ്പാടുകളുണ്ട്. അവർക്ക് അവസാനമായി തങ്ങളുടെ പ്രിയപ്പെട്ട പിതാവിനെ അല്ലെങ്കിൽ മാതാവിനെ അല്ലെങ്കിൽ ജ്യേഷ്ഠനെ മകനെ ഒരു നോക്ക് കാണാൻ, ഒന്ന് പൊട്ടിക്കരയാൻ പോലും സാധിക്കാത്ത അവസ്ഥയിലേക്ക് എന്തടിസ്ഥാനത്തിൽ അവർ കയറി വന്നത്? അവിടെ ഒരു കൊലപാതകം നടന്നതൊന്നുമല്ല. ഇപ്പോൾ കൊലപാതകം മറ്റുള്ള ഇൻസിഡൻ്റൊക്കെ വരുമ്പോൾ നമ്മൾ റിപ്പോർട്ട് ചെയ്യാൻ വേണ്ടി മാധ്യമങ്ങൾ വരും, രാഷ്ട്രീയക്കാരെ പിന്നാലെ മാധ്യമങ്ങൾ ഉണ്ടാവും. ഇതൊക്കെ സ്വാഭാവികമായിട്ട് നമ്മൾ കാണുന്നത്. അതിനൊന്നും നമുക്കൊരു പ്രശ്നമില്ല. നോക്കൂ, ഒരു മരണം നടന്ന വീട്ടിൽ ഇവർ കാട്ടിക്കൂട്ടുന്നത് എന്തിൻ്റെ അടിസ്ഥാനത്തിലാണ്? അങ്ങനെ ഒരു വ്യക്തിയുടെ സ്വകാര്യ ജീവിതത്തിലേക്ക്, ആ കുടുംബത്തിലേക്ക് ക്യാമറയും തൂക്കി മൊബൈൽ ഫോണും തൂക്കി അങ്ങോട്ട് കയറി ചെല്ലണേ, ആ പരിപാടി നിർത്തണം. അതിന് ഉദാഹരണമായിട്ട് കേരള പോലീസ് അവരുടെ സൈറ്റിൽ കൊടുത്തത് ഒരു ഡ്രോൺ ഇങ്ങനെ, ഒരു ക്രിക്കറ്റ് മത്സരം ഡ്രോൺ ഇങ്ങനെ പറന്ന് നടക്കുക, അതിൽ ബാറ്റ്സ്മാൻ ചെയ്ത ആ ബോൾ പോയി ആ ഡ്രോണിൽ തട്ടി വീഴണ ആ രംഗം കൊടുത്തിട്ട് പിടി വീഴുമെന്ന് പറഞ്ഞുകൊണ്ട് അത് നടപ്പിലാക്കണം. ശരിക്കും ഇങ്ങനെ ഒരു കൾച്ചർ ഉണ്ടാക്കിയെടുത്തതാണ്. പ്രത്യേകിച്ച് സിനിമാ മേഖലയിൽ ഈ കൾച്ചറിൻ്റെ വലിയ ദുരന്ത ഫലമാണ് ഇന്നലെ സലീം കുമാറിൻ്റെ വീട്ടിലൊക്കെ കണ്ടത്. കാരണം ഇവർ പ്രൊമോഷനുമായിട്ട് ബന്ധപ്പെട്ട് ഇവർ കുറേ ഓൺലൈൻ ആളുകളുണ്ട് ഇതേപോലെ. എന്നിട്ട് ഷോപ്പിംഗ് മാളുകളിലൊക്കെ ചെന്നാൽ, ഇപ്പോൾ ഞാനിപ്പോൾ അടുത്ത് ലുലു മാളിൽ പോയപ്പോൾ അവിടെ എന്തോ ഒരു പടത്തിൻ്റെ പ്രൊമോഷൻ നടക്കുകയാണ്. എത്രത്തോനും ഓൺലൈൻ ആളുകൾ ഇങ്ങനെ ക്യാമറ വെച്ചിട്ട് ഇങ്ങനെ നിൽക്കുകയാണ് എല്ലാവരും. ഇതിപ്പോൾ എല്ലാവർക്കും പറ്റുന്ന ഒരു പണിയാണല്ലോ. എന്നിട്ട് അവിടെ ജനങ്ങൾക്ക് സ്വൈര്യമായിട്ടൊന്ന് നടന്നുങ്ങാണ്ട് അവിടുത്തെ കടകളിൽ കയറാനോ മറ്റുള്ളതൊന്നും കഴിയാത്തൊരവസ്ഥയിലേക്ക് ഇങ്ങനെ തിങ്ങി നിറഞ്ഞു നിന്നിട്ട്. അപ്പം എന്നെ ഒന്ന് രണ്ട് ഓൺലൈൻ ആളുകളൊക്കെ അറിയാം. അപ്പോൾ എന്നോട് ചോദിച്ചു, നിങ്ങൾ ഇപ്പോൾ ഈ മേഖല? ഞാൻ ഈ മേഖല എന്നല്ല, ഞാൻ ഇവിടെ സാധനം വാങ്ങാൻ വന്നതാണെന്നും പറഞ്ഞ് നമ്മളവിടുന്ന് നേരെ പോവുകയും ചെയ്തു. നോക്കൂ, ഇത് ശരിക്കും അങ്ങനെ ഒരു കൾച്ചർ ഉണ്ടാക്കി അത് മരണ വീട്ടിൽ പോലും അതേ സ്വഭാവം ഇവർ കാണിക്കുമ്പോൾ അത് വലിയ പ്രതിഷേധത്തിനും പ്രതികരണത്തിനും. നോക്കുക, മകന് സ്വന്തം അച്ഛൻ മരിച്ചു കിടക്കുന്ന സമയത്ത് അവൻ്റെ ഒരു പ്രയാസത്തെക്കുറിച്ച് ഞാൻ അങ്ങനെ ആലോചിച്ചു പോവാ. അങ്ങനെ കയർത്ത് സംസാരിക്കേണ്ട നിയന്ത്രണം വിട്ടുപോയി ആ പയ്യനെ. അവൻ്റെ ഒരു മനസ്സിൻ്റെ പ്രയാസത്തിലായിരിക്കും. ഏതാ ഈ നാട്? നമ്മുടെ കേരളത്തിൽ നടക്കുന്ന ഉസുറും പുളിയില്ലാത്ത പരിപാടി എന്നൊക്കെ പറയില്ലേ, ഇത് അനുവദിക്കാൻ പാടില്ല. ഇതിനൊക്കെ നിയന്ത്രണങ്ങൾ വരുത്തണം. അതിന് പോലീസ് ഇടപെട്ടേ പറ്റൂ. ഒരാളുടെ വ്യക്തി ജീവിതത്തിൽ, ഒരാളുടെ സ്വകാര്യ ജീവിതത്തിലേക്ക്, ആ കുടുംബത്തിലേക്ക് ഒരു മരണമാകട്ടെ ഒരു തൊഴിലും കൊടുക്കാതെ ഇങ്ങനെ ചെന്നിട്ട് അവരുടെ ഓരോരുത്തർ കരയുന്നത്, ഒന്ന് സുഹൃത്തുക്കൾ വന്നിട്ടൊന്ന് പൊട്ടിക്കരയുന്നത് പോലും പേടിയായിട്ട്. കാരണം ഇതുവരെ ഒപ്പിയെടുക്കാൻ വേണ്ടി നിൽക്കുകയാണ്. എല്ലാം ഒരു ദൃശ്യമാധ്യമവൽക്കരിച്ചുകൊണ്ടുള്ള ഒരു മുന്നോട്ട് പോക്ക് വലിയ അപകടമാണ്. മാധ്യമങ്ങളിലൂടെ നമുക്ക് പല സംഗതികളും ചർച്ച ചെയ്യാം, നിരൂപണം നടത്താം, വിമർശനങ്ങൾ ഉന്നയിക്കാം, പ്രതിഷേധിക്കാം. ഇതൊക്കെ സ്വാഭാവികം. അതിനെ മറിച്ച് ഒരു വീട്ടിൽ അവരുടെ കുടുംബം മരണപ്പെട്ടാൽ പോലും ഒരു തൊഴിലും, മരിച്ചോടത്തൊരു തൊഴിലും കൊടുക്കൂല എന്നൊക്കെ പറഞ്ഞിട്ടില്ലേ, എന്നൊരവസ്ഥയിലേക്ക് കാര്യങ്ങൾ പോവുകയാണ്. അതിനെതിരെ ശക്തമായ നടപടി പോലീസ് സംവിധാനങ്ങൾ സ്വീകരിക്കണം. ഇനി അങ്ങനെ സംഭവിച്ചാൽ നല്ല ലാത്തി ചാർജ് നടത്തണം. മാന്യമല്ലാത്ത ഇങ്ങനെ രാവും പകലും ഇല്ലാതെ നിന്ന് ഭയങ്കര അതിപ്രസരം കൊടുക്കുന്നതിലൂടെ ആ കുടുംബം അനുഭവിക്കുന്ന പ്രയാസം, ആ കുടുംബത്തിന്റെ മനസ്സ് കാണാത്ത എന്ത് മനുഷ്യരാണോ ഇത്തരം ഓൺലൈൻ മാധ്യമങ്ങൾ? കഴുകക്കണ്ണുമായിട്ട് കഴുകക്കണ്ണുമായിട്ട് ഇറച്ചി കൊത്തി വലിക്കാൻ നിൽക്കുന്ന കഴുകന്മാരെ കുറിച്ച് നമ്മൾ സംസാരിക്കും. അതിനേക്കാൾ അപ്പുറത്താണ് ഇവരുടെ അവസ്ഥ. ഇപ്പൊ നമുക്കൊക്കെ അറിയാലോ, ഇപ്പൊ സലീം കുമാർ എന്ന് പറയുന്ന മഹാനടൻ മരണപ്പെട്ടപ്പോൾ നമ്മളൊരു പോസ്റ്റർ ഇട്ടത് ആദരാഞ്ജലികൾ എന്ന് പറഞ്ഞുകൊണ്ട് അദ്ദേഹവുമായി ബന്ധപ്പെട്ട ചില വാക്കുകൾ കോർത്ത് വെച്ചുകൊണ്ട് അദ്ദേഹത്തിന്റെ ഓർമ്മകളിലൂടെ ആദരാഞ്ജലികൾ എന്ന് പറഞ്ഞു. പിന്നീട് നമ്മൾ കാണുന്ന രംഗം വളരെ സങ്കടകരമായ അവസ്ഥയാണ്. അത് ഒരിക്കലും സമ്മതിക്കാൻ പാടില്ല. ശക്തമായ നിയമ നടപടികൾ അത്തരക്കാർക്ക് ഉണ്ടാവണം എന്നുള്ളതാണ് ഈ ഒരു അവസരത്തിൽ ഓർമ്മപ്പെടുത്തുക. ഇതൊരു സ്വഭാവമാക്കി, ഇതൊരു സംസ്കാരം, ദൂഷിച്ച ഒരു സംസ്കാരമാണ് എന്നുള്ളതിൽ യാതൊരുവിധ തർക്കമില്ല.